Dear students, third semester BCom-ന്റെ ബേസിക് ന്യൂമറിക്കൽ മെത്തേഡ്സ് എന്ന പേപ്പറിൻ്റെ 49ാമത്തെ വീഡിയോ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മെട്രിസസ്. കഴിഞ്ഞ വീഡിയോയിലും അത് തന്നെയാണ് അതിൻ്റെ കണ്ടിന്യൂവേഷൻ. If A equal to 2, 3, 4, 5, 7, 9, minus 2, 1, 1 and B equal to 4, 0, 5, 1, 2, 0, 0, 3, 1. Verify that AB transpose equal to B transpose A transpose. Verify that AB transpose equal to B transpose A transpose. We have A equal to matrix 2, 3, 4, 5, 7, 9, minus 2, 1, 1 and B equal to 4, 0, 5, 1, 2, 0, 0, 3, 1. A അറിയാം, ബി അറിയാം. അപ്പോൾ എ ട്രാൻസ്പോസും ബി ട്രാൻസ്പോസും കണ്ടുപിടിക്കണം. എന്താണ് എ ട്രാൻസ്പോസ്? ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ് ഈസ് ദ മെട്രിക്സ് ഒബ്റ്റെയിൻ ബൈ ഇന്റർചേഞ്ചിങ് ഇറ്റ്സ് റോസ് ആൻഡ് കോളംസ്. റോയും കോളം ചേഞ്ച് ചെയ്യുക. അപ്പോൾ എ ട്രാൻസ്പോസ് എന്താണ്? ഇതിൻ്റെ ഫസ്റ്റ് റോ 2, 3, 4 ആണെങ്കിൽ എ ട്രാൻസ്പോസിൻ്റെ ഫസ്റ്റ് കോളം 2, 3, 4 ആയിരിക്കും. ഇവിടെ എയുടെ ഫസ്റ്റ് റോ 2, 3, 4 അത് ഇവിടുത്തെ കോളമാക്കിയത് 2, 3, 4. സെക്കൻഡ് റോ 5, 7, 9 ആണ്, അതിന് കോളമാക്കിയത് 5, 7, 9. തേർഡ് റോ -2, 1, 1 അത് റോ ആക്കി. തേർഡ് റോ -2, 1, 1 അത് കോളമാക്കിയത് -2, 1, 1. അപ്പോൾ റോയും കോളവും ഇൻ്റർചേഞ്ച് ചെയ്തു. എയുടെ റോയും കോളവും ഇൻ്റർചേഞ്ച് ചെയ്തപ്പോൾ എ ട്രാൻസ്പോസ് കിട്ടി. അതുപോലെ ബിയുടെ റോയും കോളവും ഇൻ്റർചേഞ്ച് ചെയ്താൽ ബി ട്രാൻസ്പോസ് കിട്ടും. ഇവിടെ 4, 0, 5 ആണ്, നമുക്ക് താഴെ 4, 0, 5. 1, 2, 0 ഹൊറിസോണ്ടലാണ്, അപ്പോൾ ഇത് വെർട്ടിക്കലായിട്ട് 1, 2, 0. ഇവിടെ റോ 0, 3, 1 ആണ്, അപ്പോൾ കോളം 0, 3, 1. അപ്പോൾ നമുക്ക് എ ട്രാൻസ്പോസ് കിട്ടി, ബി ട്രാൻസ്പോസ് കിട്ടി. നമുക്ക് ആദ്യം കാണേണ്ടത് എ ബി ആണ്. എന്നിട്ട് എ ബിയുടെ ട്രാൻസ്പോസ് കാണണം. അപ്പോൾ ആദ്യം എ ബി കാണാം. എ ബി ഈക്വൽ ടു 2, 3, 4, 5, 7, 9 -2, 1, 1 ഇൻറ്റു 4, 0, 5, 1, 2, 0, 0, 3, 1. ഇനി എ ബി എന്നാണ്? AB equal to first row first column 2 into 4 8 plus 3 into 1 3 plus 4 into 0 0 2 into 0 0 3 into 2 plus 6 4 into 3 plus 12 2 into 5 10 plus 3 into 0 0 plus 4 into 1 4. That's the second row first column 5 into 4 20 plus 7 into 1 7 plus 9 into 0 plus 0 5 into 0 0 plus 7 into 2 14 plus 9 into 3 27 5 into 5 25 plus 7 into 0 0 plus 9 into 1 9 minus 2 into 4 minus 8 plus 1 into 1 1 plus 1 into 0 0 minus 2 into 0 0 plus 1 into 2 plus 2 plus 1 into 3 plus 3 minus 2 into 5 minus 10 plus 1 into 0 plus 0 plus 1 into 1 plus 1. This simplify. 8 plus 3 11 6 plus 12 18 14 27 41 34 minus 7 plus 5 minus 9. AB കിട്ടി. ഇനി AB ട്രാൻസ്പോസ് ഇതിൻ്റെ ഫസ്റ്റ് റോ അതിൻ്റെ ഫസ്റ്റ് കോളമാക്കിയതാണ്. AB ട്രാൻസ്പോസ് 11 18 14 ആണ് ഫസ്റ്റ് റോ, അതിങ്ങനെ താഴേക്ക് എഴുതി കോളമാക്കി എഴുതി 11 18 14. ഇവിടെ 27 41 34 താഴെ 27 41 34. തേർഡ് റോ തേർഡ് കോളമാക്കി എഴുതാം -7 5 -9 -7 5 -9. എ ബി ട്രാൻസ്പോസ് കിട്ടി. എ ട്രാൻസ്പോസ് ബി ട്രാൻസ്പോസ് എ ട്രാൻസ്പോസ് ഈക്വൽ ടു 410 023 501 ഇൻറ്റു 25 -2 371 491. Multiply that 4 into 2 8 plus 1 into 3 3 plus 0 8 plus 3 plus 0. അടുത്ത 4 into 5 20 plus 1 into 7 7 plus 0 into 9 0. അടുത്ത 4 into -2 -8 plus 1 into 1 1 plus 0 into 1 0. അടുത്ത സെക്കൻഡ് റോ ഫസ്റ്റ് കോളം 0 into 2 0 plus 2 into 3 6 plus 3 into 4 12. Then second row second column
0 into 5, 0. 2 into 7, 14. 3 into 9, 27. 0 into minus 2, 0. Plus 2 into 1, plus 2. Plus 3 into 1, plus 3. 5 into 2, 10. 0 into 3, 0. 1 into 4, 4. 10 plus 0 plus 4. 5 into 5, 25 plus 0 into 7, 0 plus 1 into 9, 9. 5 into minus 2, minus 10 plus 0 into 1, 0 plus 1 into 1, 1. 8 plus 3 plus 0, 11. 27 minus 7, 18. 41. 5. 14. 34 minus 9. But AB transpose equal to 11, 27 minus 7, 18, 41, 5, 14, 34 minus 9. അപ്പോൾ ബി ട്രാൻസ്പോസ് എ ട്രാൻസ്പോസും എ ബി ട്രാൻസ്പോസും സെയിം ആണ്. Therefore എ ബി ട്രാൻസ്പോസ് ഈക്വൽ ടു ബി ട്രാൻസ്പോസ് എ ട്രാൻസ്പോസ്. എ ബി ഹോൾ ട്രാൻസ്പോസ് ഈക്വൽ ടു ബി ട്രാൻസ്പോസ് എ ട്രാൻസ്പോസ്. In a large legislative assembly election, a political group hired a public relations firm to promote its candidate in 3 ways: telephonic, house calls, and letters. The cost per contract in paise is given in matrix A as cost per contract. In a large legislative assembly election, a political group hired a public relations firm to promote its candidate in 3 ways: telephonic, house calls, and letters. The cost per contract in paise is given in matrix A as cost per contract. കോസ്റ്റ് പെർ കോൺട്രാക്റ്റ് ആണ് എഴുതിയിരിക്കുന്നത്. ടെലിഫോണിന് 40 പൈസ, ഹൗസ് കോൾ 100 പൈസ, ലെറ്റർ 50 പൈസ. ഇവിടെ ഈ പൈസ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ എന്ന് പറയുന്നത് കോസ്റ്റ് ആണ് കാണിക്കുന്നത്. കോസ്റ്റ് പെർ കോൺട്രാക്ട്. ടെലിഫോൺ 40 പൈസ, ഹൗസ് കോൾ ഒരു ഹൗസ് കോളിന് 100 പൈസ, ഒരു ലെറ്ററിന് 50 പൈസ എന്ന തോതിലാണ്. ദ നമ്പർ ഓഫ് കോൺട്രാക്ട് ഓഫ് ഈച്ച് ടൈപ്പ് മെയ്ഡ് ഇൻ 2 cities X and Y is given by B equal to ടെലിഫോൺ 1000. എക്സ് എന്നുള്ള സിറ്റിയിൽ 1000 ടെലിഫോൺ കോൾസ്, 500 ഹൗസ് കോൾസ്, പിന്നെ 5000 ലെറ്റേഴ്സ്. വൈ സിറ്റിയിൽ 3000 ടെലിഫോൺ, 1000 ഹൗസ് കോൾസ്, പിന്നെ 10,000 ലെറ്റേഴ്സ്. Find total amount spent by the group in the 2 cities X and Y. Find a total amount spent by the group in the 2 cities X and Y. X എന്നുള്ള സിറ്റിയിൽ എത്ര രൂപ സ്പെൻഡ് ചെയ്തു, Y എന്നുള്ള സിറ്റിയിൽ എത്ര രൂപ സ്പെൻഡ് ചെയ്തു. X എന്നുള്ള സിറ്റിയിൽ സ്പെൻഡ് ചെയ്ത രൂപ അറിയണമെങ്കിൽ 1000 ടെലിഫോൺ കോൾസ് ആണ്, ഒരു ടെലിഫോണിന് 40 ആണ്. അപ്പം 1000 × 40. പിന്നെ അതുപോലെ ഹൗസ് കോൾസ് 500 എണ്ണാണ്, ഒരെണ്ണത്തിന് 100 പൈസയാണെങ്കിൽ 500 × 100. പിന്നെ ലെറ്റേഴ്സ് 5000 എണ്ണുണ്ട്, ഒരു ലെറ്ററിന് 50 പൈസയാണ് ചിലവെങ്കിൽ 5000 × 50. അപ്പോൾ എക്സ് എന്നുള്ള സിറ്റികളുടെ മൊത്തം ചിലവ് 1000 × 40 പ്ലസ് 500 × 100 പ്ലസ് 5000 × 50. ഇനി വൈ എന്നുള്ള സിറ്റിയിലാണെങ്കിൽ 3000 × 40 പ്ലസ് 1000 × 100 പ്ലസ് 10,000 × 50. അതായത് ബി ഇൻറ്റു എ ആണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ എമൗണ്ട് സ്പെൻഡ് എന്ന് പറയുന്നത് ബി എ ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. Amount spent equal to BA. B 1000, 500, 5000, 3000, 1000, 10,000, 40, 100, 50. അപ്പോൾ 1000 × 40 പ്ലസ് 500 × 100 പ്ലസ് 5000 × 50. മൾട്ടിപ്ലൈ ചെയ്താൽ 1000 × 40, 40,000. 500 × 100, 50,000. 5000 × 50, 2,50,000. അടുത്ത 3000 × 40, 1,20,000. പിന്നെ 1000 × 100, 1 lakh. പിന്നെ അടുത്ത് 10,000 × 50, 5 lakh. മൊത്തം എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 3,40,000 7,20,000 ആണ് എമൗണ്ട് വരുന്നത്. ഇത്രയും പൈസയാണ്. പൈസയാകുമ്പോൾ രൂപയിലേക്ക് ആക്കുമ്പോൾ ഒരു 100 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ 3,400 രൂപയും എക്സ് എന്നുള്ള സിറ്റി 3,400 രൂപയും വൈ എന്നുള്ള സിറ്റിയിൽ 7,200 രൂപയുമാണ്. ഇത്രയും പൈസ എന്നാണ്. പൈസ രൂപയാക്കുമ്പോൾ 200 കൊണ്ട് ഹരിക്കണം. അപ്പോൾ എന്തോരും 7,200 രൂപ സിറ്റി വൈയിൽ, സിറ്റി എക്സിൽ 3,400 രൂപ. Therefore, amount spent by city X equal to
rupees 3,400. Amount spent by city Y equal to rupees 7,200. Three shopkeepers A, B and C go to a store to buy stationery. A purchases 12 dozen notebooks, 5 dozen pens and 6 dozen pencils. B purchases 10 dozen notebooks, 6 dozen pens and 7 dozen pencils. C purchases 11 dozen notebooks, 13 dozen pens and 8 dozen pencils. A notebook costs 40 paise, a pen costs 125 paise and a pencil costs 35 paise. Use matrix multiplication to calculate each individual bill. അപ്പോൾ എ 12 ഡസൻ നോട്ട്ബുക്ക്, 12 ഡസൺ 12 ഇൻറ്റു 12 144 നോട്ട്ബുക്ക്. അതുപോലെ 5 ഡസൻ പെൻസ് ആണ് 5 ഇൻറ്റു 12 60 പെൻ, 6 ഡസൻ പെൻസിൽ 6 ഇൻറ്റു 12 പെൻസിൽസ്. അതുപോലെ ബീഡ് എല്ലാ ഡസൻ്റെ നമ്പറിലേക്ക് ആദ്യം മാറ്റണം. 12 കൊണ്ട് മൾട്ടിപ്പിൾ ഒരു ഡസൻ എന്ന് പറഞ്ഞാൽ 12 എണ്ണമാണ്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് പർച്ചേസ് ചെയ്ത് എന്തൊക്കെയാണെന്ന് ഉണ്ടാക്കാം. അതിനുശേഷം വാല്യൂ നോക്കാം. ഒരു നോട്ട് ബുക്കിന് 40 പൈസയാണ്. അപ്പോൾ കോസ്റ്റ് മെട്രിക്സ് എന്ന് പറയുന്നത് 40 പൈസ, അതിന് താഴെ 125 പൈസ, അതിന് താഴെ 35 പൈസ എന്നുള്ള ഒരു മെട്രിക്സ് ആക്കിയിട്ട് എഴുതാം. ബി എന്നുള്ളൊരു മെട്രിക്സ് ആയിട്ട് കോസ്റ്റ് മെട്രിക്സ് ബി ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ബി എന്ന് പറയുന്നത് താഴെ എഴുതുമ്പോൾ 40, 125, 35 എന്ന് കിട്ടും. അതുപോലെ എയുടെ നമുക്ക് എന്താണ് എന്തൊക്കെ വാങ്ങി 12 ഡസൻ നോട്ട്ബുക്സ്, 5 ഡസൻ പെൻസ്. അപ്പോൾ എയുടെ മൊത്തം പർച്ചേസ് വരുന്നത് 12 ഡസൻ വരുമ്പോൾ 144, 60, പിന്നെ 6 ഡസൻ പെൻസിൽ 72 പെൻസിൽ. ആ രീതിയിലാണ്. അപ്പോൾ താഴെ ഏഴ് ആദ്യം 3 ഇതിൽ വരും. നോട്ട് ബുക്കുകൾ, പെന്ന്, പെൻസിൽ. അതുപോലെ ബീഡ് അതിൻ്റെ താഴെ നോട്ട് ബുക്ക്, പെന്ന്, പെൻസിൽ. അതുപോലെ സിയുടെ നോട്ട് ബുക്ക്, പേന, പെൻസിൽ. അയാളുടെ എണ്ണം താഴെ എഴുതാം. അതിനുശേഷം അത് തമ്മിൽ ഗുണിച്ചാൽ മതി. എ ഇൻറ്റു ബി. അതായത് എ 12 ഡസൻ നോട്ട് ബുക്കാണ്. അപ്പോൾ 12 ഇൻറ്റു 12 144 നോട്ട് ബുക്കാണ്. 144 ഇൻറ്റു നോട്ട് ബുക്കിൻ്റെ പൈസ 40 ആണെങ്കിൽ 144 ഇൻറ്റു 40 ആണ് എ നോട്ട് ബുക്കിന് വേണ്ടി ചിലവഴിക്കുന്നത്. പ്ലസ് പിന്നെ 5 ഡസൻ പെൻ, 5 ഡസൻ 60, 60 ഇൻറ്റു 35, 60 ഇൻറ്റു 125 പൈസയാണ് പെന്നിന് വരുന്നത്. പിന്നെ അതുപോലെ 6 ഡസൻ പെൻസിലാണ് 72 പെൻസിൽ, 72 ഇൻറ്റു 35 വരുന്നത്. അങ്ങനെ അതിൻ്റെ ടോട്ടൽ കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കുന്നത് എ ഇൻറ്റു ബി ആണ്. എ എന്ന് പറയുന്നത് ഓരോരുത്തരും പർച്ചേസ് ചെയ്തതിൻ്റെ എണ്ണം. അപ്പോൾ ബില്ലെന്ന് പറയുന്നത് അല്ലെങ്കിൽ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് എത്ര ക്വാണ്ടിറ്റി വാങ്ങിയോ ഇൻറ്റു പർച്ചേസ് ക്വാണ്ടിറ്റി ഇൻറ്റു യൂണിറ്റ് പ്രൈസ് അല്ലെങ്കിൽ പ്രൈസ് പെർ യൂണിറ്റ് ആണ് ചെയ്യുന്നത്. ഒരെണ്ണത്തിൻ്റെ വിലയെ എത്ര എണ്ണം വാങ്ങിയതിനോട് ഗുണിച്ചാൽ ടോട്ടലായിട്ട് കിട്ടും, ടോട്ടൽ പ്രൈസ് കിട്ടും. അപ്പോൾ ബിൽ പർച്ചേസ് ഈക്വൽ ടു പർച്ചേസ് ക്വാണ്ടിറ്റി ഇൻറ്റു പ്രൈസ്. ബിൽ ഓഫ് പർച്ചേസ് ഈക്വൽ ടു പർച്ചേസ് ക്വാണ്ടിറ്റി ഇൻറ്റു പ്രൈസ്. എത്ര എണ്ണം വാങ്ങി അതിനെ യൂണിറ്റ് പ്രൈസ് കൊണ്ട് ഗുണിക്കുക. എ ഈക്വൽ ടു പർച്ചേസ് ക്വാണ്ടിറ്റി, ബി എന്ന് പറയുന്നത് പ്രൈസ് ആയിട്ട് എടുക്കാം. അപ്പോൾ പർച്ചേസ് ക്വാണ്ടിറ്റി നമുക്ക് എഴുതണം. എ എന്ന് പറയുന്നത് എന്തായിരിക്കും? 12 ഡസൻ, 5 ഡസൻ, 6 ഡസൻ. ആദ്യത്തെ റോയിലെ നമ്പർ 12 ഡസൻ 144, 60, 72 അങ്ങനെ എഴുതേണ്ടി വരും. നോക്കാം. എ 12 ഡസൻ ആണ്, 12 ഇൻറ്റു 12. പിന്നെ എ വാങ്ങിയ പെന്നിൻ്റെ എണ്ണം 5 ഇൻറ്റു 12. അതുപോലെ എ വാങ്ങിയ പെൻസിൽ 6 ഡസൻ, 6 ഇൻറ്റു 12. ഇനി ബി 10 ഡസൻ നോട്ട് ബുക്കാണ്, 10 ഇൻറ്റു 12 നോട്ട് ബുക്ക്, 6 ഇൻറ്റു 12 പെൻസിൽ. അതായത് 6 ഡസൻ പെൻസാണ്. പിന്നെ 7 ഡസൻ പെൻസിൽ, 7 ഇൻറ്റു 12. സി വാങ്ങിയത് 11 ഡസൻ നോട്ട് ബുക്ക്, അപ്പോൾ 11 ഇൻറ്റു 12. 13 ഡസൻ പെന്നുകൾ, 13 ഇൻറ്റു 12. 8 ഡസൻ പെൻസിൽ, 8 ഇൻറ്റു 12. ഇനി ബി എന്ന് പറയുന്നത് എന്താണ്? എ എന്ന് പറയുന്നത് അപ്പോൾ സിംപ്ലിഫൈ ചെയ്ത് 144, 60, 72, 120, 72, 84, 132, 156, 96. ബി എന്ന് പറഞ്ഞാൽ ഓരോന്നിനും പൈസ. ഒരു നോട്ട് ബുക്കിൻ്റെ പൈസ 40 പൈസയാണ്, പെന്നിന് 125 പൈസയാണെന്ന് പറയുന്നു, പെൻസിലിന് 35 പൈസയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് എഴുതി. ഇനി എ ഇൻറ്റു ബി കണ്ടാൽ നമുക്ക് ബില്ല് കിട്ടും. നോക്കാം. എ ബി ഈക്വൽ ടു 144, 60, 72, 120, 72, 84, 132, 156, 96, 40, 125, 35. എ എഴുതി, ബി എഴുതി, ഗുണിച്ചു. 144 ഇൻറ്റു 40, 5760, പ്ലസ് 60 ഇൻറ്റു 125, 7500, പ്ലസ് 72 ഇൻറ്റു 35, 2520, 120 ഇൻറ്റു 40, 4800, 72 ഇൻറ്റു 125, 9000.
84 into 35, 2940. That is 132 into 40 plus 156 into 125 plus 96 into 35. ഇങ്ങനെ വാല്യൂസ് വരും. സിംപ്ലിഫൈ ചെയ്തപ്പോൾ ഇങ്ങനെ കിട്ടി. അതായത് ബില്ല് എയുടെ ബില്ല് 157 രൂപ 80 പൈസ, ബിയുടെ 167.40, മറ്റേത് സിയുടെ ഇത് 281.40. ഇത്രയും പൈസ എന്നാണ് കിട്ടുന്നത്. 15780 പൈസയാണ്. അപ്പോൾ ബിൽ ഓഫ് ദി ഷോപ്പ് കീപ്പർ എ ഈസ് rupees 157.80. Bill of the shopkeeper A equal to rupees 157.80. B equal to 167.4. C equal to 281.40. ഇതാണ് എയുടെയും ബിയുടെയും സിയുടെയും ബില്ല്. Trace of a matrix. Trace of a matrix is the sum of the elements of the leading diagonals. Trace of a matrix is the sum of the elements of the leading diagonal. Example, matrix 170, 3 minus 1, 5, 102. Trace എന്ന് പറഞ്ഞാൽ ഇതിലുണ്ട് ലീഡിങ് ഡയഗണൽ അല്ലെങ്കിൽ മെയിൻ ഡയഗണൽ അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ഡയഗണൽ എലമെൻസിൻ്റെ സമ്മാണ്. 1 പ്ലസ് മൈനസ് 1 പ്ലസ് 2. 1 പ്ലസ് മൈനസ് 1 പ്ലസ് 2 ഈക്വൽ ടു 2. അപ്പോൾ ട്രേസ് എന്ന് പറയുന്നത് 2 ആണ്. ഇനി ട്രേസ് ഓഫ് ദി മെട്രിക്സ് 18, 6, 5, 6, 2, 4, minus 4, 10, 2. ട്രേസ് ഓഫ് ദീസ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ലീഡിങ് ഡയഗണൽ എലമെൻസിൻ്റെ അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ഡയഗണൽ എലമെൻസിൻ്റെ അല്ലെങ്കിൽ മെയിൻ ഡയഗണൽ എലമെൻസിൻ്റെ സമ്മാണ്. 18 പ്ലസ് 2 പ്ലസ് 2, 22. ട്രേസ് എന്ന് പറയുന്നത് എന്താണ്? 18 പ്ലസ് 2 പ്ലസ് 2 ഈക്വൽ ടു 22. Idempotent matrix and nilpotent matrix. Idempotent matrix and nilpotent matrix. A square matrix A is said to be idempotent if A equal to A square. A equal to A square അല്ലെങ്കിൽ A square equal to A ആയാൽ സ്ക്വയർ മെട്രിക്സ് എന്ന് പറയുന്നത് ഐഡംപോട്ടൻ്റ് ആണ്. A square matrix A is said to be nilpotent matrix of index P if P is the least positive integer such that A raised to P equal to 0. A square matrix A is said to be nilpotent matrix of index P if P is the least positive integer such that A raised to P equal to 0. അതായത് A raised to P equal to 0 ആവണം. P അങ്ങനെയുള്ള ലീസ്റ്റ് പോസിറ്റീവ് ഇൻഡിജർ ആയിരിക്കണം. അപ്പോൾ ഐഡംപോട്ടൻ്റ് ആവണമെങ്കിൽ A സ്ക്വയർ ഈക്വൽ ടു A. ഒരു A ഈസ് എ സ്ക്വയർ മെട്രിക്സ്, A സ്ക്വയർ മെട്രിക്സ് ആയിരിക്കണം. A സ്ക്വയർ ഈക്വൽ ടു A ആയാൽ അത് A ഐഡംപോട്ടൻ്റ് ആയി. ഇനി A raised to P equal to 0 ആണ്. P അങ്ങനെയുള്ള ഏറ്റവും ചെറിയ നമ്പറാണ് P എങ്കിൽ ആ സ്ക്വയർ മെട്രിക്സ് nilpotent matrix of index P എന്ന് പറയും. If A cube equal to 0, then A is nilpotent of index 3. If A cube equal to 0, then A is nilpotent of index 3. അതായത് A not equal to 0 ആയിരിക്കണം, A square not equal to 0 ആയിരിക്കണം, A cube 0 ആവുക. അങ്ങനെയാണെങ്കിൽ A is nilpotent of index 3. Show that 100010001 is idempotent. ഇതൊരു ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. ഐഡന്റിറ്റി മെട്രിക്സ് I into I സ്ക്വയർ ആയാലും ഇത് I ആണ് ശരിക്കും. അതിനിപ്പോൾ A എന്ന് എഴുതുകയാണെങ്കിൽ A സ്ക്വയറും A ക്യൂബും A raised to 4 ഒക്കെ 1 വരും. ഓക്കെ, A വരും. A സ്ക്വയർ എടുത്താലും A ക്യൂബ് എടുത്താലും എല്ലാം A തന്നെ വരും ഇതിൽ. പക്ഷേ A സ്ക്വയർ A ആണെങ്കിൽ അത് ഐഡംപോട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കുക, അത് ഇത് തന്നെ കിട്ടുക. നോക്കാം. ലെറ്റ് A ഈക്വൽ ടു 100010001. ഇനി A സ്ക്വയർ എന്താ നോക്കാം. A സ്ക്വയർ ഈക്വൽ ടു A തന്നെ കിട്ടും. നോക്കാം. 100010001 100010001. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ 1 into 1 മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ 0 ആണ്. അപ്പോൾ 1 വരും. പിന്നെ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എല്ലാം 0 ആയി മാറും. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്താലും എല്ലാം 0. പിന്നെ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും 0 കിട്ടും. പിന്നെ 010 010 കൂടെ മൾട്ടിപ്ലൈ മാത്രമാണ് ഒരു 1 വരുന്നത്. പിന്നെ വീണ്ടും 0, ഇത് 0 ആയിരിക്കും. പിന്നെ സെക്കൻഡ് റോ തേർഡ് കോളവും 0 വരും. തേർഡ് റോ തേർഡ് കോളത്തിലാണ് ഒരു 1 അവസാനം വരുന്നത്. അപ്പോൾ എന്തായാലും 100010001 A സ്ക്വയർ ഈക്വൽ ടു A ചെയ്തുകൊണ്ട് A ഐഡംപോട്ടൻ്റ് ആണ്. ഇവിടെ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ A എന്ന് പറയുന്നത് ഒരു ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. A സ്ക്വയർ എടുത്താലും A ക്യൂബ് എടുത്താലും A റേഷ്യോ എടുത്താലും എന്തായാലും എല്ലാം A തന്നെയാണ് വരിക. കാരണം A എന്ന് പറയുന്നത് ഇവിടെ ഒരു ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. ഷോ ദാറ്റ് A ഈക്വൽ ടു matrix 2 minus 3 minus 5 minus 1 4 5 1 minus 3 minus 4 is idempotent. A സ്ക്വയർ എന്ന് പറഞ്ഞാൽ A ആണെന്ന് പ്രൂവ് ചെയ്യണം. A സ്ക്വയർ ഈക്വൽ ടു A ഇൻറ്റു A. അത് രണ്ടും വീണ്ടും എടുത്ത് കഴിഞ്ഞാൽ അപ്പോൾ എന്തൊരു 4 + 3 7 - 5 2 തന്നെ കിട്ടി. ഇതല്ലേ കിട്ടുന്നത്. അടുത്ത് നോക്കാം.
മൾട്ടിപ്ലൈ ചെയ്യുന്ന വരെ നോക്കാം. 2 × 2 4 + 3 - 5. 4 + 3 - 5. ഇനി ഇവിടെ -6 -12 + 15. -6 -12 + 15. ഇനി അടുത്തത് -10 -15 + 20. -10 -15 + 20. -2 -4 + 5. -2 -4 + 5. 3 + 16 -15. 3 + 16 -15. 5 + 20 -20. 5 + 20 -20. 2 + 3 -4. 2 + 3 -4. -3 -12 + 12. -3 -12 + 12. -5 -15 + 16. ഇതൊന്ന് ആഡ് ചെയ്ത് നോക്കാം. 4 + 3 7 -5 2. -6 -12 -18 + 15 -3. -25 + 20 -5. -6 + 5 -1. 3 + 16 19. 19 - 15 4. 20 - 20 0 5. 2 + 3 5. 5 - 4 1. -12 + 12 കളഞ്ഞു -3. -20 + 16 -4. അത് തന്നെയാണ് A. 2 - 3 -5 -1 4 5 1 -3 -4. A തന്നെയാണ് കിട്ടിയത്. A² = A. Therefore A is idempotent. Here A² = A. Therefore A is idempotent. Show that A = 1 1 3 5 2 6 -2 -1 -3. 1 1 3 5 2 6 -2 -1 -3 is nilpotent of index 3. Nilpotent of index 3 പറഞ്ഞാൽ A³ = 0 എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. A³ = 0. അങ്ങനെയുള്ള A⁻p = 0. P ലീസ്റ്റ് നമ്പർ ആയിരിക്കണം. അങ്ങനെയാണ് കണ്ടീഷൻ പറയുന്നത്. അപ്പോൾ A³ 0 ആയിരിക്കണം. പക്ഷേ എന്താ കണ്ടീഷൻ? എയും A² ഒന്നും 0 ആവാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ആണല്ലോ ലീസ്റ്റ് നമ്പറായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് A² ആദ്യം കാണാം. A ≠ 0 ആണ്. കാരണം A ഒരു 0 മെട്രിക്സ് അല്ല. തന്നിട്ടുണ്ട്. A² = A × E കണ്ടു. അതെന്താ കിട്ടുന്നത് നോക്കാം. A² = നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയാണ് കിട്ടിയത്. A² എന്ന് പറഞ്ഞാൽ 1 1 3 5 2 6 -2 -1 -3 എഴുതി. 1 × 1 1 + 5 + -6. 1 + 5 + -6. 1 + 2 -3. 1 + 2 -3. 3 + 6 -9. 5 + 10 -12. 5 + 10 -12. 5 + 4 -6. 5 + 4 -6. 15 + 12 -18. 15 + 12 -18. -2 -5 + 6. -2 -5 + 6. -2 -2 + 3. -2 -2 + 3. -6 -6 + 9. -6 -6 + 9. 1 5 6 -6 0. 1 2 3 -3 0. 3 6 9 -9 0. ഇവിടെ 5 + 10 15 -12 3. 5 + 4 9. 9 - 6 3. 15 + 12 27. -18 9. -7 + 6 -1. -4 + 3 -1. -6 -6 -12 + 9 -3. ഇതാണ് A² കിട്ടിയത്. ഇനി നമുക്ക് A³ കാണാം. A³ 0 എന്ന് കൊണ്ട് A² ≠ 0 ആണ്. A³ കാണാം. A³ = A² × A ആണ് A³ എന്ന് പറയുന്നത്. നോക്കാം. A³ = A² × A = 0 0 0 3 3 9 -1 -1 -3. A എന്ന് പറയുന്നത് 1 1 3 5 2 6 -2 -1 -3. മൾട്ടിപ്ലൈ ചെയ്തു. ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം 0 + 0 + 0. 0 + 0 0. 0 + 0 + 0. ഇവിടെ അങ്ങനെ തന്നെ. അടുത്തത് 0 + 0 + 0. ഫസ്റ്റ് റോ മൊത്തം 0 ആയി. ഇനി സെക്കൻഡ് റോ ഫസ്റ്റ് കോളം 3 + 15 -18. 3 + 15 -18. 3 + 6 -9. 3 + 6 -9. 9 + 18 -27. അടുത്ത -1
minus 5 plus 6, minus 1 minus 5 plus 6, minus 1 minus 2 plus 3, minus 1 minus 2 plus 3, അടുത്ത minus 3 minus 6 plus 9. സിംപ്ലിഫൈ ചെയ്യാം, ഇത് 0 തന്നെ. 15 3 18 minus 18 0, minus 6 plus 6 0, ഇത് 0 ആണ്. 3 6 9 minus 9 0, minus 3 plus 3 ഇത് 0 ആണ്, 0. പിന്നെ 9 minus 27 minus 27 0, minus 9 plus 9 0. അപ്പോൾ a cube 0 ആണ്. a not equal to 0, a square not equal to 0, but a cube equal to 0. If a is nilpotent of index p, then p is the least positive integer such that a raised to p equal to 0 ആണ്. If a is nilpotent of index p, then p is the least positive integer such that a raised to p equal to 0. Here a is nilpotent of index 3 because a not equal to 0, a square not equal to 0, and a cube equal to 0. Here a not equal to 0, a square not equal to 0, but a cube equal to 0 implies a is nilpotent of index 3. If a equal to matrix 1 2 3 4 and b equal to matrix 5 6 0 minus 2, verify whether a b equal to b a. ഇവിടെ a b b equal ആണോ? ഈക്വൽ ആണെങ്കിൽ a b equal to b എന്ന് എഴുതാം. a b യും b യും ഡിഫറെൻ്റ് ആണെങ്കിൽ a b നോട്ട് ഈക്വൽ ടു b എന്ന് എഴുതണം. നോക്കാം. a ഇൻറ്റു b, a b equal to a 1 2 3 4, matrix 1 2 3 4, b 5 6 0 minus 2. ഇനി ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം, ഫസ്റ്റ് റോ സെക്കൻഡ് കോളം, പിന്നെ സെക്കൻഡ് റോ ഫസ്റ്റ് കോളം, സെക്കൻഡ് റോ സെക്കൻഡ് കോളം, അങ്ങനെയാണ്. അപ്പോൾ ആദ്യം ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം, ഫസ്റ്റ് റോ സെക്കൻഡ് കോളം ചെയ്യാം. 1 ഇൻറ്റു 5 പ്ലസ് 2 ഇൻറ്റു 0, 5 പ്ലസ് 0. അടുത്ത 1 ഇൻറ്റു 6 മൈനസ് 4, 1 ഇൻറ്റു 6 6, 2 ഇൻറ്റു മൈനസ് 2 മൈനസ് 4. അപ്പോൾ 6 പ്ലസ് മൈനസ് 4 6 മൈനസ് 4. അടുത്ത 3 ഇൻറ്റു 5 15 പ്ലസ് 4 ഇൻറ്റു 0 0, 15 പ്ലസ് 0. അടുത്ത 3 ഇൻറ്റു 6 18 പ്ലസ് 4 ഇൻറ്റു മൈനസ് 2 മൈനസ് 8. അപ്പോൾ 3 ഇൻറ്റു 6 18, 18 മൈനസ് 8, 18 മൈനസ് 8, 5 6 മൈനസ് 4 2, 15 പ്ലസ് 0 15, 18 മൈനസ് 8 10. എ ബി ഈക്വൽ ടു 5 2 15 10. ഇനി ബി എ നമുക്ക് ഓർഡർ തിരിച്ച് എഴുതാം. ബി എ എന്ന് എഴുതാം. ബി എ ഈക്വൽ ടു ബി എ 5 6 0 മൈനസ് 2, ആദ്യം ബി എഴുതി പിന്നെ എ എഴുതി. 1 2 3 4. നോക്കാം. ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം 5 പ്ലസ് 6 ഇൻറ്റു 3 18, 5 പ്ലസ് 18. അടുത്ത 5 ഇൻറ്റു 2 10 പ്ലസ് 6 ഇൻറ്റു 4 10 പ്ലസ് 24. അടുത്ത 0 ഇൻറ്റു 1 0 പ്ലസ് മൈനസ് 2 ഇൻറ്റു 3 മൈനസ് 6 0 മൈനസ് 6. 0 ഇൻറ്റു 2 0 പ്ലസ് മൈനസ് 2 ഇൻറ്റു 4 മൈനസ് 8 0 മൈനസ് 8. അപ്പോൾ 5 പ്ലസ് 18 23, 10 plus 24 34, 0 minus 6 minus 6, 0 minus 8 minus 8, 23 34 minus 6 minus 8. AB 5 to 15 10 ആണ്. BA 23 34 minus 6 minus 8. രണ്ട് ഡിഫറെൻ്റ് ആണ്. Therefore AB not equal to BA. Here AB not equal to BA. AB not equal to BA.